നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിയും സിംഹനടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിയും തീച്ചുള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിയും കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ള കൈയിൽ വഹിച്ചിടുമെന്നും കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ള കൈയിൽ വഹിച്ചിടുമെന്നും. വായിച്ച ഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ ആദ്യത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, എന്നിൽ വസിപ്പിൻ ഞാൻ നിങ്ങളിലും വസിക്കും. ഇംഗ്ലീഷിലെ ഈ വസിക്കും എന്ന വാക്ക് അബൈ എന്ന് പറയുന്ന ഒരു പദമുണ്ട്. ഇത് ഗ്രീക്ക് വാക്കിൽ നിന്ന് വന്ന വാക്കാണ് മെനോ. അതിന്റെ അർത്ഥം നിലനിർത്തുക, അല്ലെങ്കിൽ ചേർന്ന് നീട്ടുക, അല്ലെങ്കിൽ സഹിച്ചു നിൽക്കുക, വേർപിരിയാതിരിക്കുക. ഇതെല്ലാം ഒരേ അർത്ഥത്തിലാണ് കുറിക്കുന്നത്. അപ്പോൾ ഇവിടെ വചനം പറഞ്ഞത് എന്നിൽ വസിപ്പിൻ ഞാൻ നിങ്ങളിലും വസിക്കും. നാം യാരുടെ കൂടെ വസിക്കണം? ദൈവത്തിന്റെ കൂടെ. ഏത് ദൈവത്തിന്റെ കൂടെ? കർത്താവാകിയ യേശു ക്രിസ്തുവിടെ. കർത്താവ് യേശു ക്രിസ്തു നമുക്ക് എങ്ങനെ വസിക്കാൻ കഴിയും? കൽപ്പന അനുസരിക്കണം. നാം ദൈവത്തോട് കൂടെ വസിക്കണമെങ്കിൽ ആ ദൈവത്തിന്റെ കൽപ്പനകളെ നാം അനുസരിച്ചാൽ മാത്രമേ നാം ദൈവത്തോട് കൂടെ വസിക്കുവാൻ കഴിയും. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം വചനം എന്ത് പറയുന്നത്? യേശു ദൈവപുത്രനെ സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. നിങ്ങളെ കർത്താവ് യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനെ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ആ ദൈവപുത്രനെ സ്വീകരിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. നിങ്ങൾ ദൈവത്തെ എന്ന് നിങ്ങൾ സ്വീകരിച്ചോ, നിങ്ങൾ എന്ന് വിശ്വസിച്ച് ദൈവപുത്രനായി നിങ്ങൾ സ്വീകരിച്ചോ, അപ്പോൾ തന്നെ ദൈവം നിങ്ങളിൽ വസിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ആരാണ്? നിങ്ങൾ ദൈവപുത്രനായി യേശു കർത്താവായി നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഉണ്ട്. അന്നെങ്കിൽ വചനം പറഞ്ഞത് ദൈവം നിങ്ങളിൽ വസിക്കുന്നുണ്ട്. പക്ഷെ ഈ ദൈവം നിങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ വസിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? അതാണ് താഴത്തെ വാക്യത്തിൽ വായിച്ചത്. ഒന്നുകൂടെ വായിച്ചോ. കർത്താവ് സ്നേഹം എങ്ങനെ വെളിപ്പെടുത്തി? ദൈവത്തിന്റെ തന്റെ ജീവനെ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയും യാഗമായി നൽകി. എങ്ങനെ? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നാനും മരിക്കേണ്ട സ്ഥാനത്താണ് ദൈവം കാൽവരി ക്രൂശിൽ മരിച്ചു. അപ്പോ കാൽവരി ക്രൂശിൽ എന്റെ പാപത്തിന് വേണ്ടി ആരൊക്കെ മരിച്ചെന്ന് വിശ്വസിക്കുന്നവരെ എന്ത് ചെയ്യോ? ആ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടും. കാരണം വചനം പറഞ്ഞത് ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. അപ്പോൾ ദൈവം തന്റെ ജീവനെ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയും യാഗമായി നൽകി എന്ന് ചെയ്ത് നമ്മൾ പാപികളായി ഇരിക്കയിൽ തന്നെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട്. അപ്പോൾ ദൈവം നമ്മളിൽ വസിക്കണമെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം മാത്രം പോരാ, നമ്മളും ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കണം. നമ്മൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും ദൈവത്തെ സ്നേഹിക്കണം. നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ എല്ലാം പൂർണ്ണത ഉണ്ടോ? വചനം പറഞ്ഞത് ദൈവം സ്നേഹമാണ്. ദൈവം നമ്മിൽ വസിക്കുന്നുണ്ട്. കാരണം വചനം വ്യക്തമായി ആരൊക്കെ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ, ദൈവം അവനിൽ വസിക്കുന്നുണ്ട്. ആ ദൈവം നമ്മിൽ വസിക്കണമെങ്കിൽ പൂർണ്ണമായി നാം നമ്മുടെ സ്നേഹത്തെ വെളിപ്പെടുത്തണം. ആ സ്നേഹത്തെ നാം വെളിപ്പെടുത്തണമെങ്കിൽ പൂർണ്ണമായി ചെയ്യണം, കടമയ്ക്കല്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളെല്ലാം എന്താണ് ചെയ്തു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു കടമയായി മാറും. അല്ല, നാം ദൈവത്തെ അന്വേഷിക്കുന്നതും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും നാം ദൈവത്തെ അന്വേഷിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ് ആ ദൈവത്തിന്റെ സ്നേഹം ഇന്നും അധികമായി നമ്മളിൽ നിറഞ്ഞ്
കവിടും. അപ്പോൾ വചനം പറഞ്ഞത് ദൈവ സ്നേഹം തന്നെയാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കും. അപ്പോൾ ദൈവ സ്നേഹം തന്നെയാണ് പറയുമ്പോൾ സ്നേഹത്തിൽ വസിക്കുന്നവൻ. നമ്മളെല്ലാം സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ആൾക്കാരാണ്. സ്നേഹം കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്തുണ്ട്? പ്രയാസം, വിഷമം എല്ലാം കാണും അല്ലേ? നിങ്ങൾ ഇതേപോലെ തന്നെ നമ്മളും ദൈവത്തിന്റെ അടുക്കൽ നിങ്ങൾ പൂർണ്ണമായി ദൈവത്തെ സ്നേഹിച്ചില്ലെങ്കിലും ദൈവത്തിന് എന്ത് വരും? പ്രയാസം വരും, വിഷമം വരും. എന്തുകൊണ്ട്? എന്റെ മക്കൾ എന്നെ സ്നേഹിക്കുന്നില്ല. ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി എന്റെ ജീവൻ ഞാൻ നൽകിയല്ലോ എന്ന് പറയുമ്പോൾ അവർ ദൈവത്തിന്റെ സ്നേഹം കാണിച്ചില്ലെങ്കിൽ ദൈവത്തിനും നമ്മളെ കുറിച്ച് വിഷമിക്കോ? നമ്മളുടെ കർത്താവ് പിതാവാണവർ ഇന്നും ജീവിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 12 വാക്യം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നമ്മൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്ത് വിശ്വസിക്കുന്നുണ്ട്. എന്താണ് വിശ്വസിക്കുന്നത്? യേശു ക്രിസ്തു എനിക്ക് വേണ്ടി, എന്റെ പാപത്തിന് വേണ്ടി അവർ കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയും ചെയ്തുകൊണ്ടാണ് നാം കർത്താവായ യേശു ക്രിസ്തു നമ്മൾ സ്വീകരിച്ചത്, നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചത്. ആ സ്വീകരിച്ച മുഖാന്തരം എന്ത് ചെയ്ത് നമ്മൾ അന്യനും ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങി അല്ലെ? അങ്ങനെ സ്നേഹിച്ചപ്പോൾ വചനം വെറുതെ നാം അന്യനും സ്നേഹിക്കണമെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവന്റെ സ്നേഹം നമ്മിൽ തികഞ്ഞും ഇരിക്കുന്നു. ഓക്കെ, ഇത് മാത്രമല്ല അടുത്ത 11 വാക്യം. അത് മാത്രമല്ല നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. അപ്പോ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെട്ടത് കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ ആത്മാവിനെയും ദൈവം നമുക്ക് നൽകി. ദൈവത്തിന്റെ ആത്മാവിനെ എന്തിനുവേണ്ടി നമുക്ക് നൽകിയത്? ദൈവത്തിന്റെ കൽപ്പനകളെ നാം അനുസരിക്കുവാൻ പരിശുദ്ധാത്മാ സഹായിക്കുന്നുണ്ട്. നമുക്ക് പരിശുദ്ധാത്മാവ് കൂടാതെ ഈ ക്രിസ്ത്യ ജീവിതം ആർക്കും ഓടി എത്തുവാൻ കഴിയത്തില്ല. ഇന്ന് നമ്മൾ വീഴ്ന്നു പോകാനുള്ള കാരണം കഴിഞ്ഞ ബൈബിളിൽ എഴുതാണ്. കാരണം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നാം ഇന്നും പൂർണ്ണമായി അനുഭവിക്കുന്നില്ല. അതുകൊണ്ട് ആ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മ വന്നപ്പോൾ ശിഷ്യന്മാരുടെ ജീവിതങ്ങൾ മാറ്റപ്പെട്ട് ഭയത സ്വഭാവമുടേവർ ഭയമെന്ന് കാണാതെ, ഭയം അറിയാതെ ദൈവവചനത്തെ ഘോഷിക്കാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞത് ദൈവത്തിന്റെ ആത്മാ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. എന്തിനു വേണ്ടി? നാം ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ, ആ ദൈവത്തിന്റെ കൽപ്പനയുടെ സത്യങ്ങൾ, ആഴങ്ങൾ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. വായിക്കാം. യോഹന്നാൻ 15-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. അപ്പോൾ നാം ദൈവത്തെ സ്നേഹിക്കുന്നതെന്ന് നമ്മൾ പറയുമ്പോൾ നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ദൈവവചനത്തെ പ്രമാണിക്കണം, ദൈവ കൽപ്പനകൾ നാം അനുസരിക്കണം. നമ്മൾ അങ്ങനെ അനുസരിച്ചാൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, ദൈവം എന്നിലും വസിക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. നാം ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ മാത്രമേ ആ സ്നേഹത്തിൽ നമുക്ക് വസിക്കുവാൻ കഴിയും. എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. എന്റെ സ്നേഹം എന്ന് ദൈവം പറയുമ്പോൾ ഏതാണ് ദൈവത്തിന്റെ സ്നേഹം? ചെയ്ത് ഈ മുഴുവൻ ലോകത്തെയും അവൻ സ്നേഹിച്ച്. വായിച്ചോ, യോഹന്നാൻ 3:15 വായിച്ചോ. 15-16. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കുന്നത് തന്നെ തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കേണ്ടത് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം
ലോകത്തെ സ്നേഹിച്ചു. ഈ ലോകത്തെ എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് പറയുന്നത് ആരാണ്? ഈ ലോകത്തിൽ വസിക്കുന്ന എന്നെ നിങ്ങളെ കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ മരത്തിനെയോ അല്ലെങ്കിൽ സമുദ്രത്തെയോ അല്ല ദൈവം പറയുന്നത്. ലോകം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ വസിക്കുന്നതാണ് എന്നെ നിങ്ങളെ കുറിച്ചാണ് ഈ വചനം പറയുന്നത്. തന്റെ ഏകജാത പുത്രൻ വിശ്വസിക്കുന്ന ഏവനോ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം എന്തായിരുന്നു? തന്റെ പുത്രൻ മുഖാന്തരം ലോകത്തിൽ വസിക്കുന്ന ഏത് മനുഷ്യനോ ഏത് ജാതിയിൽപ്പെട്ടവരോ കർത്താവായ യേശു ക്രിസ്തുവിനെ വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ ആ വ്യക്തി ചെയ്യും, ദൈവത്തെ സ്വീകരിക്കും. എന്തുകൊണ്ടാണ്? കർത്താവ് അവൾക്ക് വേണ്ടിയും ആ മകൾക്ക് വേണ്ടിയും മകൾക്ക് വേണ്ടിയും കാൽവരി ക്രൂശിൽ തന്റെ ജീവനെ യാഗമായി നൽകിയത് മാത്രമല്ല, ദൈവം നിങ്ങളെ കൂടെ വസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. വസിക്കുവാൻ ആഗ്രഹിക്കുന്നത് മാത്രമല്ല, തന്റെ പുത്രനെ തന്റെ ആത്മാവിനെ ദൈവം ചെയ്ത് തന്നു. എന്തിനു വേണ്ടി? നാം അപ്പാ പിതാവ് എന്ന് വിളിക്കപ്പെടുവാൻ പുത്രത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് ഉള്ളിൽ ആക്കി. പോരാ, ഇതിനു വേണ്ടി കർത്താവ് എല്ലായ്പ്പോഴും നമ്മളിൽ വസിക്കുവാൻ, അവന്റെ കൽപ്പനയിൽ നാം അനുസരിക്കുവാൻ, ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിച്ചു കൊടുക്കുവാൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മന്റെ പ്രവൃത്തി എന്നും നിങ്ങളിലും എന്നിലും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പറഞ്ഞത് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ദൈവത്തിന്റെ സ്നേഹം എന്തായിരുന്നു? സകല മാനവരാശിക്ക് വേണ്ടി തന്റെ ജീവനെ യാഗമായി കൊടുത്ത ആ സ്നേഹം എന്നിലും നിങ്ങളിലും തികഞ്ഞ് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. 1 യോഹന്നാൻ 2:6 വാക്യം. ഇവിടെ വാക്യം അത് അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവർ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ക്രിസ്തു ഭൂമിയിൽ നമുക്കൊരു മാതൃക കാണിച്ച് 3 വർഷക്കാലം താൻ ഭൂമിയിൽ ചെയ്ത് സുവിശേഷം പ്രസംഗിച്ചു, രോഗികളെ സൗഖ്യമാക്കി, ഭൂതബാധസ്ഥരെ വിടുവിച്ച്, മരിച്ചവരെ ജീവനോട് കർത്താവ് കൊണ്ടുവന്നു. ഇതെല്ലാം ദൈവത്തിന് ചെയ്യാൻ കഴിയും. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെ ഒറ്റിക്കൊടുക്കുന്ന യൂദാസയെ കർത്താവ് ചെയ്ത് സ്നേഹിച്ച്, അല്ലെ, എല്ലാം സ്നേഹിച്ച് കാണിച്ച് തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് ദൈവത്തിന് അറിയാം. തന്നെ ഒറ്റിക്കൊടുക്കാൻ പോണ ആള് ഇന്ന വ്യക്തി അറിഞ്ഞിട്ടും എന്ത് ചെയ്ത് അവനെ സ്നേഹിച്ച് അവന്റെ കാൽ കഴുകി കൊടുത്തു. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം ഇങ്ങനെ വെളിപ്പെട്ട് ദൈവം വിചാരിച്ച് താൻ കഴുകി കൊടുത്താൽ മാനസാന്തരപ്പെടുമെന്നല്ല, അവൻ തന്റെ ജീവനെ നഷ്ടപ്പെടുത്താതെ വണ്ണം അവൻ മാനസാന്തരപ്പെടുമോ അല്ലെങ്കിൽ മനം തിരിയുമോ എന്ന് ദൈവം ചെയ്ത് അവന്റെ ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തി കാണിച്ചു. പക്ഷെ വചനം പറഞ്ഞ് കർത്താവ് ചെയ്തപ്പോൾ പിശാസ് യൂദാസിന്റെ ഹൃദയത്തിൽ വന്ന് കയറി. അവൻ നേരിട്ട് എവിടെ പോയി? യേശുവിനെ കാണിച്ചു കൊടുക്കാൻ പോയി. കാരണം ഇത്രയും പറഞ്ഞത് ആ ദൈവ സ്നേഹം തന്നെ ഒറ്റിക്കൊടുക്കാൻ മനുഷ്യർ തിരിച്ചറിഞ്ഞിട്ടോ അവനെ സ്നേഹിക്കുവാൻ ദൈവത്തിന് യാതൊരു മടിയും കാണിച്ചില്ല. നമ്മൾ പണ്ട് പറഞ്ഞത് നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നു. നമ്മൾ ദേഷ്യപ്പെട്ടവരെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മൾ ചെയ്യാതെ തെറ്റിനെ നമ്മുടെ മേൽ ഏൽപ്പിച്ചവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്ക് അങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പറഞ്ഞ ദൈവം എന്നിലും നിങ്ങളിലും വസിക്കും. നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ആ ദൈവ സ്നേഹം എന്നിലും നിങ്ങളിലും ഇല്ല. ആ ദൈവസ്നേഹം ഇല്ലെങ്കിൽ പിന്നെ ദൈവമില്ല. ദൈവം വസിക്കുന്ന, ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നുണ്ട് നമ്മള് പറയുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോ എന്താണ് അന്യഭാഷയ്ക്ക് നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ജീവിതം നമുക്കൊരു എക്സാമ്പിൾ ദൈവം നമുക്ക് കാണിച്ചു കൊടുത്ത ആ മുൻമാതിരി നാം അങ്ങ് നടക്കുന്നുണ്ടോ? നമ്മൾ ചോദിച്ചാൽ പറയാം നമ്മൾ ശ്രമിക്കുന്നുണ്ട്, അല്ലെ? നമ്മുടെ ഉത്തരം എന്തായിരുന്നു? ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ഇതിൽ ശ്രമിക്കാറില്ല, ഇതിൽ പൂർണ്ണമായി നമ്മൾ ചെയ്തേ മതിയാവും. നാം വിശുദ്ധി വേണമെങ്കിൽ നമ്മൾ മുൻപോട്ട് പോകാൻ നമുക്ക് ശ്രമിക്കാം. പക്ഷെ ഇത് ദൈവത്തിന്റെ സ്വഭാവം എന്നിലും നിങ്ങളിലും
വെളിപ്പെട്ടേ മതിയാവും. എന്നെ വഴക്ക് പറഞ്ഞവർ, എന്നെ പള്ളു പറഞ്ഞവർ, ചീത്ത വിളിച്ചവർ, ആരായിരുന്നാലോ ആ വ്യക്തിയെ എനിക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പറയട്ടെ, ആ ദൈവത്തിന്റെ സ്നേഹം എന്നിൽ വെളിപ്പെട്ടിട്ടില്ല. ഞാൻ ദൈവത്തെ പൂർണ്ണമായി ഞാനും സ്നേഹിച്ചില്ല. ദൈവത്തിൽ എന്നിൽ വസിക്കുവാൻ കഴിയത്തില്ല. ദൈവം എന്നിലും നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമെങ്കിൽ ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. മറ്റൊരു ക്ഷമിക്കുവാൻ നമ്മൾ പഠിക്കണം. നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും. പക്ഷെ ദേഷ്യം വന്നാലോ നാം അടുത്ത സമയം ചെയ്യണം, മാനസാന്തരപ്പെടണം. ദൈവമേ, ഞാൻ ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് നാം ദൈവത്തോട് ഏറ്റു പറഞ്ഞു. ആ വ്യക്തിക്കായി അവൻ ചെയ്യണം, ആ വ്യക്തിയോട് നിരപ്പ് പ്രാപിക്കണം. സമാധാനമായിട്ട് നമുക്ക് മുൻപോട്ട് പോകണം. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങൾ. ഈ അടിസ്ഥാന ഉപദേശം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ദൈവം എന്നിലും നിങ്ങളിലും വസിക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ ആത്മാ വരുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും. പക്ഷെ ദൈവത്തിന്റെ ആത്മാ പോണത് ആർക്കും അറിയത്തില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞത്, ആ ദൈവ സ്നേഹം നമ്മളിൽ നിറഞ്ഞു കവിഞ്ഞാൽ മാത്രമേ നാം എന്ത് ചെയ്യും, നമ്മുടെ ജീവിതത്തിൽ ഫലം കായ്ക്കുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ഫലം കായ്ക്കണമെങ്കിൽ ആ ദൈവ സ്നേഹം നിറഞ്ഞു കവിയണമെങ്കിൽ ഞാനും ആ ദൈവത്തിന്റെ സ്വഭാവം എന്നിലും നിങ്ങളിലും വെളിപ്പെടണം. നമുക്ക് വായിക്കാം. അത് യോഹന്നാൻ 15-ാം അധ്യായം, അത് 4-ാം വാക്യം തൊട്ട് വായിക്കാം. അതിന് എന്ത് പറയുന്നത്? എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിനെ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. അപ്പോൾ കർത്താവ് വസിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നാം അധികമായി ഫലം കായ്ക്കണം. എങ്ങനെ ഫലം കായ്ക്കണം? ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ ഒരു വൃക്ഷം അല്ലെങ്കിൽ ഒരു മരം, ഒരു മാങ്ങയുടെ മരമോ അല്ലെങ്കിൽ ഒരു അത്തിയുടെ മരമോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ചക്കയുടെ മരമോ നിങ്ങൾ എന്ത് ചെയ്ത് വീട്ടിൽ വെച്ച് നിങ്ങൾ വർഷാവർഷം നിങ്ങൾ ചെയ്ത് കാത്തുകൊണ്ടിരുന്നു. എന്തിനു വേണ്ടി? ഫലം കായ്ക്കണം. എന്നാൽ മരത്തിന്റെ സ്വഭാവം എന്താണ്? നിങ്ങൾ മരം വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മാങ്ങയുടെ മരമാണെങ്കിൽ അത് മാങ്ങ തക്ക സമയത്ത് എന്ത് ചെയ്യണം? ഫലം കൊണ്ടുവരണം. അപ്പോൾ ഫലം കായ്ച്ചില്ലെങ്കിൽ, ആ വൃക്ഷം ഫലം കായ്ച്ചില്ലെങ്കിൽ അതിന് ഒന്നിനും പ്രയോജനമില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതവും ദൈവവും എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവ് നിങ്ങളോട് അന്വേഷിക്കുന്നത് എന്താണ്? നിങ്ങൾ ദൈവത്തിന്റെ സ്വഭാവം പോലെ നിങ്ങൾ മാറണം. ദൈവത്തിന് വേണ്ടി നിങ്ങൾ ഫലം കായ്ക്കണം. നിങ്ങൾ ദൈവത്തെ മാത്രം സ്നേഹിച്ചാൽ പോരാ, പകരം നിങ്ങളുടെ സഹോദരൻ സഹോദരിയും നിങ്ങൾ ചെയ്യണം, അന്യോന്യം സ്നേഹിക്കണം. വചനം എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങൾ വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അപ്പൊ ദൈവത്തെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ ദൈവം എന്നിലും ഞാൻ ദൈവത്തിൽ വസിക്കുമെങ്കിൽ നമുക്ക് എങ്ങനെ വളരെ ഫലം കായ്ക്കാൻ കഴിയും. ആ ദൈവത്തിന്റെ സ്വഭാവങ്ങൾ വെളിപ്പെടും. 6-ാം വാക്യത്തിൽ വരുമ്പോൾ, എന്നിൽ വസിക്കാത്ത ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങി പോകുന്നു. ആ വക ചേർത്ത് തീയിൽ ഇട്ടിന്, അത് വെന്തുപോകും. നമ്മൾ നേരത്തെ ചോദിച്ചതുപോലെ ദൈവം മരത്തിന്റെ ഫലം കായ്ച്ചില്ലെങ്കിൽ എന്ത് ചെയ്യോ? നാം വെട്ടിപ്പോണ പോലെ എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങി പോകുന്നു. ആ വക ചേർത്ത് തീയിൽ ഇടുന്നു, അത് വെന്തുപോകും. പക്ഷെ 7-ാം വാക്യത്തിൽ വരുമ്പോൾ വചനം, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നമ്മൾ പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ട് ഉത്തരം കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ വചനം, നിങ്ങൾ എന്നിലോ എന്റെ വചനം നിങ്ങളിലോ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. വചനം, നിങ്ങൾ എന്നിലോ എന്റെ വചനം നിങ്ങളിലോ
വസിച്ചാൽ, നാം ദൈവത്തിന്റെ സ്നേഹം അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ വചനത്തിലും നാം അനുസരിച്ച് നാം നടക്കുമ്പോൾ വചനം പറഞ്ഞ് നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പേൻ, അത് നിങ്ങൾക്ക് കിട്ടും. 8-ാം വാക്യം, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാ മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ ആകും. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ഞാൻ ഇത്രയും സമയം എടുത്തു പറഞ്ഞത് എന്താണ്? വസിക്കണം. ദൈവം എന്നിൽ വസിക്കുന്നത് പോലെ നാനും ദൈവത്തിൽ വസിക്കണം. ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നൽകി എന്തിനു വേണ്ടി? നാം ദൈവം നടന്നതുപോലെ നാമും നടക്കണം. നാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് നമ്മുടെ സ്വഭാവങ്ങൾ ഇവിടെ ആർക്കും അറിയാൻ കഴിയത്തില്ല. നാം വരിക, ദൈവത്തെ ആരാധിക്കുക, നമ്മൾ കഴിഞ്ഞ് നമ്മൾ പോകും. പക്ഷെ നമ്മുടെ സ്വഭാവം എവിടെ വെളിപ്പെടും? നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ജോലി സ്ഥലത്തിൽ, അല്ലെ? അപ്പോ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സാക്ഷിയായി ജീവിക്കണം. നമുക്ക് ഇവിടെ 3 മണിക്കൂർ നിങ്ങളെ കുറിച്ച് ആർക്കും അറിയത്തില്ല. പക്ഷേ നിങ്ങൾ ആയിരിക്കുന്ന ഭവനം, നിങ്ങൾ ആയിരിക്കുന്ന ജോലി സ്ഥലം, നിങ്ങൾ പുറത്ത് നിങ്ങൾ ക്രിസ്തുവെ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ, ആ ദൈവ സ്വഭാവം നിങ്ങൾ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ, പിന്നെ നിങ്ങൾ ദൈവത്തിന്റെ മകളിന് വിളിക്കപ്പെടുവാൻ കഴിയത്തില്ല. ദൈവം നമ്മളിൽ വസിക്കണമെങ്കിൽ ആ ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടണം. അതിനുവേണ്ടി ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് നൽകി. ദൈവത്തിന്റെ ആത്മാവ് നൽകി എന്തിനു വേണ്ടി? ദൈവത്തിന്റെ വചനങ്ങളെ, ദൈവത്തിന്റെ വചനം നമ്മൾ പ്രമാണിച്ച് അനുസരിച്ച് നാം നടക്കുമ്പോൾ, അപ്പോൾ നമ്മൾ യാചിക്കുന്ന ഏത് വിഷയവും ദൈവം കേട്ട് നമുക്ക് ഉത്തരം നൽകുക മാത്രമല്ല, ആ ദൈവത്തിന്റെ സ്വഭാവവും നാം ദൈവത്തിന് വേണ്ടി അധിക ഫലം കായ്ക്കുവാനും കഴിയും.